വടക്കേ മലബാറിന്റെ മഹാതീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം അടുത്ത മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കാനിരിക്കെ വികസന സൗകര്യങ്ങൾ വിപുലീകരിക്കാനൊരുങ്ങി ദേവസ്വം ബോർഡ്. കൊട്ടിയൂർ ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻവർഷങ്ങളിലുണ്ടായ ഭക്തജന തിരക്കും സൗകര്യങ്ങളും അപര്യാപ്തതയും പരിഗണിച്ചാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കൊട്ടിയൂരിൽ പ്രാവർത്തികമാക്കുന്നത്. ഇതിന്റെ മുന്നോടിയെന്ന നിലയ്ക്ക് കൊട്ടിയൂർ മന്തംചേരിയിൽ നിർമ്മിച്ച നടപ്പാലം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫും അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ.കെ. വാസു മാസ്റ്ററും നിർവഹിച്ചു. ശേഷം നടന്ന പൊതുസമ്മേളനം ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ ഉത്സവത്തിന് മുന്നോടിയായി ഭക്തജന തിരക്ക് പരിഗണിച്ച് സാധ്യമായ സൗകര്യങ്ങളെല്ലാം പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പാലത്തിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങളെപ്പോലെ മനസ്സിലായിട്ട് ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ദർശനത്തിന് വന്നപ്പോൾ ഏതാണ്ട് ക്ഷേത്രത്തിൽ ഉത്സവം സമാപിക്കുന്നതിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നല്ല പെരുമഴ, ഇന്നത്തെ കാലാവസ്ഥയുടെ നേരെ പ്രതികൂലമായുള്ള കാലാവസ്ഥ. ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള പാലത്തിന്റെ വഴിയിൽ കൂടെ ഏതാണ്ട് നീന്തിയിട്ടാണ് ഞാൻ അക്കരെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഈ പാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് 28-ാം തീയതി മുതൽ അടുത്ത മാസം 24-ാം തീയതി വരെ നടക്കുന്ന കൊട്ടിയൂർ ഉത്സവത്തിൽ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു ജയിച്ച മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെയും കൊട്ടിയൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണമാണ് ദേവസ്വം മന്ത്രിക്ക് കൊട്ടിയൂരിൽ നൽകിയത്. ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് മന്ത്രിമാർ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. 2.5 കോടി രൂപയാണ് മന്തംചേരി പാലത്തിനായി ദേവസ്വം മന്ത്രിയുടെ തനത് വികസന ഫണ്ടിൽ നിന്നും വിനിയോഗിച്ചത്. മൊത്തത്തിൽ 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഉത്സവത്തിനോടനുബന്ധിച്ച് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്നത്. പൊതുപരിപാടിയിൽ കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ഗോകുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശ്രീധരൻ, കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജു, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ കെ.സി. സോമൻ നമ്പ്യാർ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർമാരായ എൻ.കെ. ബൈജു, പി.എസ്. സുരേഷ് കുമാർ, തഹസിൽദാർ രാജേഷ് ഖന്ന, വിവിധ രാഷ്ട്രീയ കക്ഷി സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.